മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. വയനാട് ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഈ മണ്ഡലം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അനന്യസ്ഥാനം വഹിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ചാലിയാർ നദിയുടെ തീരത്ത് തേക്കിൻ തോട്ടങ്ങളുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ആവാസ കേന്ദ്രമായ ഈ മണ്ഡലം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ്. നിലമ്പൂർ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് ഈ പ്രദേശം മറ്റ് മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു. 1957 മുതൽ 1965 വരെ നിലമ്പൂരിന്റെ ചില ഭാഗങ്ങൾ മലപ്പുറം, മഞ്ചേരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് 1965 നിലമ്പൂർ നിയമസഭാ മണ്ഡലം രൂപീകൃതമായത്. നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. മണ്ഡലത്തിന്റെ ഭൂപ്രകൃതിയും ജനസമൂഹവും ഇതിന്റെ രാഷ്ട്രീയ ചലനങ്ങളെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിത്വവും പാർട്ടികളുടെ തന്ത്രങ്ങളും കൊണ്ട് സമ്പന്നമാണ്. കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യം, ഇടതുപക്ഷ മുന്നണിയുടെ വളർച്ച, അപൂർവമായി BJPയുടെ സ്വാധീനം എന്നിവ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തെ നിർവചിക്കുന്നു. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം അട്ടിമറികളുടെയും ദുരന്തങ്ങളുടെയും കഥകൾ കൊണ്ട് സമ്പന്നമാണ്. 1969 കുഞ്ഞാലിയുടെ വധം കേരളത്തിൽ ഒരു സിറ്റിംഗ് MLA വെടിയേറ്റ് മരണപ്പെട്ട ഏക സംഭവമാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം 1965 മണ്ഡലം രൂപീകൃതമായതോടെ ആരംഭിക്കുന്നു. ആദ്യ തിരഞ്ഞെടുപ്പിൽ CPMന്റെ K കുഞ്ഞാലി കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദിനെ 7161 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തി. 1967 കുഞ്ഞാലി തന്റെ വിജയം ആവർത്തിച്ചു. ഇത്തവണ 9789 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു. എന്നാൽ 1969 ജൂലൈ 26 നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് പാർട്ടി ഓഫീസിന് സമീപം നടന്ന ഒരു ദാരുണ സംഭവം കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു. സിറ്റിംഗ് MLA ആയിരുന്ന കുഞ്ഞാലി കോൺഗ്രസ് CPM രാഷ്ട്രീയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിയേറ്റ് മരണപ്പെട്ടു. മുൻ സൈനികനും ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കുഞ്ഞാലിയുടെ മരണം ആര്യാടൻ മുഹമ്മദിനെ പ്രതിയാക്കി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ കുറ്റം തെളിയിക്കപ്പെടാതെ ആര്യാടൻ ജയിൽ മോചിതനായി. കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്ന് 1970 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗമൊന്നും വർക്കൗട്ടായില്ല. കോൺഗ്രസിന്റെ MP ഗംഗാധരൻ CPMന്റെ CP അബൂബക്കറിനെ 5574 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തി. ഇതേ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഗംഗാധരൻ വിജയം നിലനിർത്തി 2811 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. 1977 ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് CPMന്റെ സൈതാലിക്കുട്ടിയെ 7715 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തോൽപ്പിച്ച് ആദ്യ വിജയം കുറിച്ചു. ഇത് ആര്യാടന്റെ ദീർഘകാല രാഷ്ട്രീയാധിപത്യത്തിന്റെ തുടക്കമായിരുന്നു. 1980 ഇടതുചേരിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മത്സരിക്കാതെ EK നായനാർ മന്ത്രിസഭയിൽ അംഗമായി. ഇതിനായി സിറ്റിംഗ് MLA C ഹരിദാസ് രാജിവെച്ചു വഴിമാറി. തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ 17841 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെ തോൽപ്പിച്ചു. 1982 തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ കോൺഗ്രസ് Sലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചു. ഈ വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തി വ്യക്തമാക്കി. തുടർന്ന് 1987, 1991, 1996, 2001, 2006 എന്നീ വർഷങ്ങളിലെല്ലാം ആര്യാടൻ മുഹമ്മദ് തന്റെ ആധിപത്യം നിലനിർത്തി. അദ്ദേഹത്തിന്റെ ജനപിന്തുണയും കോൺഗ്രസിന്റെ ശക്തമായ സംഘടനാ ശൃംഖലയും ഈ വിജയങ്ങൾക്ക് കാരണമായി. 2011 ആര്യാടൻ മുഹമ്മദിന്റെ അവസാന വിജയം. നിലമ്പൂർ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആര്യാടൻ മുഹമ്മദ് എന്ന പേര് ഒരു സുപ്രധാന അധ്യായമാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭാ പ്രതിനിധീകരണങ്ങളിൽ ഒന്നാണ് 1980 മുതൽ 2011 വരെയുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായ പ്രതിനിധീകരണം. ഇതിനുശേഷം 2016 അദ്ദേഹം മത്സരിക്കാതെ പിന്മാറി. മകൻ ആര്യാടൻ ഷൗക്കത്തിന് അവസരം നൽകി. 2016 ആ തിരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. PV അൻവർ CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു.
ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘകാല ആധിപത്യത്തിന് ശേഷം ഇത് ഒരു അട്ടിമറിയായി കണക്കാക്കപ്പെട്ടു. PV അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രചരണവും അൻവറിന്റെ വ്യക്തിത്വവും ഈ വിജയത്തിന് കാരണമായി. 2021 PV അൻവർ വീണ്ടും വിജയിച്ചു. ഇത്തവണ കോൺഗ്രസിലെ VV പ്രകാശിനെ പരാജയപ്പെടുത്തി. എന്നാൽ 2025 അൻവർ LDFുമായി തെറ്റി രാജിവെച്ച് UDFിനൊപ്പം ചേർന്നതോടെ മണ്ഡലത്തിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. 2025 ജൂൺ 19 തിരഞ്ഞെടുപ്പ്. ജൂൺ 23 വോട്ടെണ്ണൽ. ഈ തിരഞ്ഞെടുപ്പ് LDFിനും UDFിനും ഒരുപോലെ നിർണായകമാണ്. ഈ ഉപതിരഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന ഒരു നിർണായക സംഭവമായി മാറുകയാണ്. നിലമ്പൂർ മണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നെങ്കിലും 2016 മുതൽ ഇടതുപക്ഷം ഇവിടെ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. എന്നാൽ PV അൻവറിന്റെ 2025 രാജിയും UDFിലേക്കുള്ള ചേക്കേറലും മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് ഇവിടെ വലിയ സ്വാധീനമില്ലെങ്കിലും അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അട്ടിമറികളും ചരിത്രപരമായ വിജയങ്ങളും ദുരന്തങ്ങളും കണ്ട ഒരു ചരിത്രമാണ് നിലമ്പൂരിനുള്ളത്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് സ്ഥിരമായ ആധിപത്യം അവകാശപ്പെടാൻ സാധിക്കാത്ത ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ്. നിലവിൽ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതിരഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു നിർണായക നിമിഷമാകും.